മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രിക്ക് കൈമാറി. 5 പേരുടെ പട്ടികയാണ് കൈമാറിയത്. 4 മണിയോടെ കാര്യങ്ങളെല്ലാം വ്യക്തമാകുമെന്നും വകുപ്പുകൾ പിന്നീട് അറിയാമെന്നും PM സലാം പറഞ്ഞു. സീൽ കവറിൽ പോയിട്ടുണ്ട്, CM പോയിട്ടുണ്ട്. അത് തങ്ങൾ എടുത്തൊരു ഡെസിഷൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയാണ്. അതനുസരിച്ച് അദ്ദേഹം പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതാരെയും അദ്ദേഹം അറിയിച്ചിട്ടില്ല. അത് സീൽഡ് കവറിൽ CM കൊടുത്തിരിക്കുകയാണ്. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തങ്ങൾ തന്നെ അത് പ്രഖ്യാപിക്കും. 5 പേരുടെ പ്രാതിനിധ്യമാണ് അങ്ങ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നത്. അതുണ്ടാവുമോ? അതൊക്കെ അതിനകത്ത് കിടക്കുന്ന എന്താണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. വിജിൻ വായാന്തോട് ചേരുകയാണ് വിവരങ്ങളുമായി. വിജിൻ, അല്പസമയം മുൻപാണ് ലീഗിന്റെ മന്ത്രിമാരെ തീരുമാനിക്കാനുള്ള നിർണായക കൂടിക്കാഴ്ചകൾ അവസാനിച്ചത്. അപ്പോൾ 5 പേരുടെ പേരുകൾ നിയുക്ത മുഖ്യമന്ത്രിക്ക് നൽകിയ സീൽഡ് കവറിലുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, KM ഷാജി അടക്കമുള്ള നേതാക്കളുടെ പേരുകൾ അക്കൂട്ടത്തിലുണ്ട്. അതോടൊപ്പം തന്നെ VE അബ്ദുൽ ഗഫൂറിന്റെ പേരിനുള്ള സാധ്യത അത് എത്രത്തോളമുണ്ട്. അതോടൊപ്പം അവസാന റൗണ്ടിൽ AKM എത്തിയ AKM അഷ്റഫിൻ്റെയും പാറക്കൽ അബ്ദുള്ളയുടെയും പേരുകളുണ്ട്. അവരുടെ പേരുകൾ അക്കൂട്ടത്തിൽ ഉണ്ടാകുമോ? അതല്ല, ആരൊക്കെയാണ് 5 പേർ? അതോടൊപ്പം തന്നെ എപ്പോഴായിരിക്കും ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക? വിജയൻ, മഹേഷ്, രാവിലെ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷമാണ് ലീഗിന്റെ 5 മന്ത്രിമാരുടെ ലിസ്റ്റ് സീൽ വെച്ച കവറിൽ നിലവിൽ നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും സാദിഖ് അലി തങ്ങൾ ആണ് ഇക്കാര്യത്തിൽ സീൽ വെച്ച കവർ അദ്ദേഹത്തിന്റെ പ്രതിനിധിയെ കൊണ്ട് VD സതീശനെ ഏൽപ്പിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത്. എന്തായാലും ചർച്ചകൾ നടന്നിരുന്നു. എങ്കിലും ആദ്യഘട്ടത്തിൽ ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ആരെയൊക്കെയാണ് തീരുമാനിച്ചത് എന്ന കാര്യം വിശദീകരിച്ചിരുന്നില്ല. അങ്ങനെ ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ നിർദ്ദേശമോ നിലവിൽ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വെച്ചിരുന്നില്ല. അംഗങ്ങളുടെ അഭിപ്രായമാണ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തേടിയത്. അവരെല്ലാവരും അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം പറഞ്ഞതിന് ശേഷമാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. സീൽ വെച്ച കവർ അത് മുഖ്യമന്ത്രിക്ക് കൈമാറി, നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് കൈമാറി. അദ്ദേഹമാണ് ഘടകകക്ഷികളുടെ എല്ലാ മന്ത്രിമാരുടെ പേരുകളും പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് നിലവിൽ അറിയുന്നത്. ലീഗിന്റെ മന്ത്രിമാരുടെ പേരും VD സതീശൻ തന്നെയായിരിക്കും പ്രഖ്യാപിക്കുക. എന്തായാലും തീരുമാനം ആയിരിക്കുന്നു. അതിൽ PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, ഒപ്പം തന്നെ N ഷംസുദ്ദീൻ, PK ബഷീർ, ഒപ്പം 4ാമത്തെ മന്ത്രിയായി നിലവിൽ ഈ അബ്ദുൽ ഗഫൂർ, അത് കളമശ്ശേരി MLA ആണ്, അദ്ദേഹത്തിന്റെ പേരും വരുന്നു. ഒപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, AK ബഷീർ, ഒപ്പം തന്നെ N ഷംസുദ്ദീൻ, VE അബ്ദുൽ ഗഫൂർ, ഇങ്ങനെ 5 പേരുടെ പേരാണ് നിലവിൽ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ 5ാമത്തെ മന്ത്രിയുടെ പേരിൽ ഒരു ചർച്ചകൾ നടന്നിരുന്നു. അതിൽ AKM അഷ്റഫിന്, മഞ്ചേശ്വരം MLA AKM അഷ്റഫിനെ കൂടി മന്ത്രിയാക്കണം എന്നുള്ളൊരു ചർച്ച നടന്നിരുന്നു. ഒപ്പം തന്നെ 2 ടേം വ്യവസ്ഥ അങ്ങനെയെങ്കിൽ 5ാം മന്ത്രിസ്ഥാനത്തിനായി വെക്കാം എന്നുള്ളൊരു ചർച്ചയും അവിടുത്തെ അംഗങ്ങൾ നടത്തിയിരുന്നു. അതായത് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അംഗങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അത് വേണ്ട, അതൊരു കീഴ്വഴക്കം, തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കും എന്നുള്ളൊരു നിലപാടിലേക്ക് തങ്ങൾ ഉൾപ്പെടെ എത്തുകയായിരുന്നു ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ 2 ടേം വ്യവസ്ഥ എന്തായാലും ഒഴിവാക്കിയിരിക്കുന്നു. KM ഷാജി നിലവിൽ പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്, അദ്ദേഹം ഇപ്പോൾ കോഴിക്കോടാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് നിന്നുള്ളൊരു പ്രതിനിധി എന്നുള്ള നിലയിലാണ് നിലവിൽ എന്തായാലും KM ഷാജിയെ പരിഗണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ 5 പേർ, നേരത്തെ 5ഓ 4ഓ എന്നുള്ള ഒരു സംശയം, ഒരു ചർച്ചയൊക്കെ നിലവിൽ ഉയർന്നിരുന്നു. പക്ഷേ 5 മന്ത്രിമാരെ നൽകാൻ കോൺഗ്രസ് നേരത്തെ തീരുമാനമെടുക്കുകയായിരുന്നു. കാരണം 22ഓളം MLA-മാരാണ് നിലവിൽ ലീഗിനുള്ളത്. അതുകൊണ്ട് തന്നെ 5ാം മന്ത്രി വേണം എന്നുള്ളത് അത് കോൺഗ്രസ് തന്നെ തീരുമാനമെടുത്തതാണ്. രാവിലെ സാദിഖ് അലി തങ്ങൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് UDF ആണ്. തങ്ങൾ ഒരു സമ്മർദ്ദമോ ഏതെങ്കിലും തരത്തിലുള്ള അവകാശവാദമോ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്തായാലും അക്കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. 5 മന്ത്രിമാരുടെ പട്ടിക അത് നിലവിൽ ലീഗ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് കൈമാറിയിരിക്കുന്നു.